ഹായ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളിപ്പോൾ കാണാൻ പോകുന്നത് ഞാൻ സ്വന്തമായി പായസം ഉണ്ടാക്കാൻ പോകുന്ന കാഴ്ചയാണ്. പെട്ടെന്ന് ഒരു ദിവസം പായസം കുടിക്കാൻ ആഗ്രഹം തോന്നി. അമ്മയോട് പറഞ്ഞു, അമ്മ എനിക്ക് പായസം വേണം. അമ്മ പറഞ്ഞു, അമ്മയ്ക്ക് വയ്യല്ല മോനെ, നീ അച്ഛനോട് പറയാം. അച്ഛനോട് പറഞ്ഞപ്പോൾ അച്ഛൻ ഓക്കെ പറഞ്ഞു. അപ്പോൾ എനിക്ക് തോന്നി, എനിക്ക് അച്ഛനെ അമ്മയും ബുദ്ധിമുട്ടിക്കണ്ട, ഞാൻ തന്നെ പായസം ഉണ്ടാക്കാം. അങ്ങനെ അച്ഛനോട് എങ്ങനെയാ ഉണ്ടാക്കുന്നതെന്ന് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് ഞാൻ പായസം ഉണ്ടാക്കാൻ പോവാണ്. പാത്രം വെച്ച് അയ്യോ, പാത്രം നന്നായിട്ട് ചൂടായിട്ടിരുന്ന കേട്ടോ. അതിലേക്ക് പാത്രത്തിലിരുന്ന മുഴുവൻ പാല് ഒഴിച്ചു. ഇത് ശരിക്കും ചായ ഇടാനങ്ങാണ്ട് മേടിച്ച് വെച്ചിരുന്ന പാല. ഞാനത് പായസത്തിനെടുത്ത് ഇങ്ങനെ പാല് തിളയ്ക്കുന്നത് വരെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കാൻ പറഞ്ഞു. ശരിക്കും പാൽപ്പായസം ഉണ്ടാക്കുന്നു. അതിന്റെ ഇൻസ്റ്റന്റ് പായസം മിക്സ് നമ്മുടെ കയ്യിലുണ്ട്. അപ്പം പായസം മിക്സ് വെച്ച് ഉണ്ടാക്കുമ്പോൾ ഈസി അല്ലേ? ജസ്റ്റ് പാല് തിളപ്പിക്കുക, പായസം മിക്സ് ഇടുക, പായസം റെഡി. അങ്ങനെ ഞാൻ പാല് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കും. ഇതിൻ്റെ ഇടയ്ക്ക് അച്ഛൻ ഞാൻ പായസം എടുക്കുന്നത് കൗതുകത്തോടെ വീഡിയോ എടുക്കുന്നുണ്ട്. അമ്മ അത് അവിടെ നിന്ന് ഡയറക്റ്റും ചെയ്യുന്നുണ്ട്. അങ്ങനെ പായസത്തിനുള്ള പാല് ഇളക്കി ഏകദേശം തിളച്ച് വരാറായി. ഇതിൻ്റെ ഇടയ്ക്ക് അച്ഛനും അമ്മയൊക്കെ എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്. നീ ഇത്രയും വലുതായോടാ, നീ പായസം ഉണ്ടാക്കാനൊക്കെ ആയോ? അങ്ങനെ വേണ്ട, നമ്മുടെ പായസം പാല് തിളച്ച് അതിലേക്ക് നമ്മൾ ഇനി പായസം മിക്സ് ഇടാനുള്ള പരിപാടികൾ തുടങ്ങാൻ പോവാം. പായസം മിക്സ് കൂടി ഇട്ട് കഴിഞ്ഞ് രണ്ടിളക്കിളക്കിയ പായസം റെഡിയാവുന്ന അച്ഛൻ പറയുന്നത്. അങ്ങനെ പായസം മിക്സ് എടുത്ത് കട്ട് ചെയ്ത് തിളച്ച പാലിലേക്ക് ഇടാൻ പോവാണ്. ഇതിൻ്റെ ഇടയ്ക്ക് നേരത്തെ തന്നെ ഒരു ഭാഗം കാണിക്കാൻ വിട്ടുപോയി. നെയ്യിൽ കാഷ്യൂനട്ടും ഉണക്കമുന്തിരിയും വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഇത് റെഡി ആയതിനു ശേഷം അവസാനം പായസത്തിലേക്ക് ഇടാമെന്നാണ് വിചാരിക്കുന്നത്. അത് പക്ഷേ അച്ഛൻ വീഡിയോ എടുത്തില്ല. അങ്ങനെ വേണ്ട, നമ്മുടെ പായസം മിക്സ് പാലിലേക്ക് ഇടുകയാണ്. അതിനകത്ത് മുഴുവനും ഉണ്ട്, ഒരു തുള്ളി പോലും ബാക്കി വെച്ചിട്ടില്ല, മുഴുവനും അതിലിട്ട്. ഇനി നമുക്ക് കുറച്ച് നേരം ഇളക്കി കൊടുക്കാം. ഇളക്കി കഴിഞ്ഞ് ഒരു 10-20 മിനിറ്റ് തിളപ്പിച്ച് കഴിയുമ്പോൾ നമ്മുടെ പായസം ഏകദേശം റെഡിയാകും. അങ്ങനെ ഇളക്കി നല്ല മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ ഇടയ്ക്ക് വേറെ സംഭവം നടന്നു. ഞങ്ങൾ പായസം റെഡി ആയതിനു ശേഷം അതിൻ്റെ ആവേശത്തിൽ കുറെ പായസം എടുത്ത് കുടിച്ച്. അപ്പോഴാണ് ഓർത്തത്, ഇതിൻ്റെ എൻഡിങ് വീഡിയോ എടുത്തില്ലല്ലോ. അങ്ങനെ അവസാനം നിങ്ങൾക്ക് കാണാം, പകുതി മാത്രമുള്ള പായസം ആ പാത്രത്തിലുള്ളത്. അത് ഞാൻ വെറുതെ ഇങ്ങനെ ഇളക്കുന്നതും ഒരു വിഷൽ ഇതിൽ വരുന്നുണ്ട്. നമ്മുടെ പായസം നന്നായിട്ട് തിളച്ച് റെഡിയായി വരികയാണ്. ഇത്രയും എളുപ്പമാണ് പായസം ഉണ്ടാക്കാനെന്ന് നേരത്തെ അറിഞ്ഞായിരുന്നെങ്കിൽ ഞാൻ പണ്ടേ പായസം ഉണ്ടാക്കി. നമുക്ക് എന്നും പായസം ഉണ്ടാക്കാം. ഇതാ ഞാൻ നേരത്തെ പറഞ്ഞ സംഭവം.